കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും ദൃശ്യവൽക്കരിക്കുന്നതിനുമായി നിരവധി സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. സിനിമകളെക്കുറിച്ചും ചലച്ചിത്രമേളയെക്കുറിച്ചുമുള്ള പ്രതികരണങ്ങൾ നമുക്ക് ആളുകളിൽ നിന്നറിയാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇത് 5ാമത്തെ സീസണാണ്. അപ്പോ ഇതുവരെ നടന്നത് പോലെ തന്നെ, പക്ഷെ ഇതിരി നേരത്തെ അനൗൺസ് ചെയ്തതിന്റെ ഒരു സമയക്കുറവുണ്ട് നമുക്ക്. എങ്കിൽ പോലും വളരെ നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും കേരളത്തിലെ ഒരു യങ്സ്റ്റേഴ്സിന് ഇത്തരം കാര്യങ്ങളില്, അതായത് അവര് ഭയങ്കരമായിട്ട് സിനിമ കാണുകയും സിനിമയെ കുറിച്ച് വലിയ വലിയ നിരീക്ഷണങ്ങളും വിമർശനങ്ങളൊക്കെ വെക്കുമ്പോഴും ഇങ്ങനെയുള്ള സ്പേസിൽ വന്നു. ഇതിപ്പോ 32ഓളം വനിതാ സംവിധായകരുടെ സിനിമയാണ്. അപ്പൊ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ചും ക്യാമ്പസിലുള്ള കുട്ടികളെ അത് കൂടുതലൊന്നും ഏറ്റെടുക്കാത്തത് നല്ലൊരു നിരാശ എനിക്കുണ്ട്. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് അപേക്ഷിച്ച് യൂത്ത്സിന്റെ പ്രസൻസ് വളരെ അധികമാണ്. കാരണം എനിക്ക് തോന്നുന്നു അത് പതുക്കെ പതുക്കെയാണ് കാര്യങ്ങൾ മാറുള്ളൂ. കാരണം ഈ സോഷ്യൽ ലൈഫിൽ പൊതുവെ തന്നെ സ്ത്രീകള് പൊതുവെ കാണുന്നില്ല. നമുക്കൊരു നൈറ്റ് ലൈഫ് ഇല്ലാത്തൊരു ലോകമാണ്. നൈറ്റ് ലൈഫിന്റെ ട്രാവലിന്റെ ഒക്കെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ളതാണല്ലോ ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഹോസ്റ്റലിൽ തിരിച്ചെത്തണം, പിറ്റേത്തെ ജോലി, ഇതൊക്കെ ഒരു റീസൺ ആയിരിക്കും. എന്നാലും ഈവനിങ്സ് ഒക്കെ ആകുമ്പോഴാണെങ്കിലും ഇന്നലെയൊക്കെ ആണെങ്കിലും സിനിമകൾ സെലക്ട് ചെയ്ത് കാണാൻ എത്തുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം നല്ല പോലെയുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ജെൻഡർ സ്പേസുകളെ മനസ്സിലാക്കിക്കാനും അതിന്റെ ഒരു ഈ സമം എന്ന് പറഞ്ഞ നമ്മളെ ആ ടൈറ്റിലിനെ തന്നെ അർത്ഥവത്താക്കാനുള്ള ഇടപെടലുകൾ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് സ്വാഭാവിക IFF എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ്. ഇത് കേരളത്തിന്റെ തന്നെ വുമൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജുകളല്ലല്ലോ. അത്ര അധികം ദിവസങ്ങളില്ല, വെറും 4 ദിവസമല്ലേ നമുക്കുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിനെ കൊണ്ടുവന്ന് അത് കുറെ കൂടി സമയം എടുത്ത് കുറെ കൂടി ഇതിന്റെ ഡിസൈൻ തന്നെ പൊളിച്ച് എഴുതേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ഡെലിഗേറ്റ്സിന്റെ സംവിധായകരുടെ ആളുകളുടെ ഒക്കെ സാന്നിധ്യങ്ങള് വരുത്തി നമ്മൾ കുറേയും കൂടിയും അധികം സമയമെടുത്ത് പ്രൊപ്പഗൻഡയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം മാറും. അതിന്റെ ഒരു ചുവടുവെപ്പായിട്ട് ഇതിനൊക്കെ കണ്ടാൽ മതി. സിനിമകൾ ഞാൻ IFF മിക്കവാറും കണ്ട സിനിമകളാണ്. പക്ഷെ അവിടെ മിസ്സായിട്ടുള്ള പല സിനിമകളാണ് ഇവിടേക്ക് അതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് വുമൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും, കാരണം അവിടെ കണ്ടതിന് അവിടെ ഇത്രയും സിനിമകളുടെ ഇടയിൽ നിന്നും മിസ്സായിട്ടുള്ള സിനിമകൾ പലപ്പോഴും നല്ല അഭിപ്രായം കേട്ട സിനിമകൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ വീണ്ടും കാണാൻ പറ്റി എന്നുള്ളതാണ് ഈ ഫെസ്റ്റിവലിന്റെ മൊത്തത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിന് ഒരു മോടി കൂട്ടുന്ന പരിപാടി തന്നെയാണ് ഈ 5ാമത് ഫിലിം ഫെസ്റ്റിവൽ. ഇവിടെ വന്ന് നമ്മുടെ സമൂഹത്തിന്റെ പല മേഖലയുള്ളവരെ പറ്റി പരിചയപ്പെടാൻ പറ്റി. പല സിനിമകൾ, ഇതുവരെ കാണാത്ത സിനിമകൾ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ ടേസ്റ്റ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. കൂടാതെ തന്നെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റി. നമ്മളിവിടെ വന്നത് കൈറ്റ്സിന്റെ ഭാഗമായിട്ട് വോളണ്ടിയറിങ്ങിനാണ്. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പൊ കണ്ടത് മനോഹരം, ഇനി കാണാൻ പോകുന്നത് അതിനും മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് IFKയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ കൊച്ചിയിൽ ഇങ്ങനെ ഒരു വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വന്നപ്പോൾ എനിക്ക് ഐ വാസ് വെരി പ്ലീസ്ഡ് ദാറ്റ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു വിമൻസ് ഓൺലി ഫിലിം ഫെസ്റ്റിവലിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ ഫീലിംഗ്. ഒരു സ്വന്തം ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് പോലെ തോന്നും. ദാറ്റ് വേരിയസ് തീംസ് ആണ് ഈ ഫിലിം ഫെസ്റ്റിവൽ. ദർ ആർ ലോട്ട് ഓഫ് ക്യൂർ സ്റ്റോറീസ് ഓൾസോ, ക്യൂർ LGBTQ സ്റ്റോറീസും ഉണ്ട്. അപ്പൊ നോട്ട് ജസ്റ്റ് വിമൻ ബട്ട് ഓൾസോ പീപ്പിൾ ഹു ഐഡന്റിഫൈസ് വിമൻ, അവരുടെയും കഥകളുണ്ട്. സോ ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ആദ്യം എനിക്ക് അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. And I feel in that one thing that ഒരു theme of movies ഞാൻ കണ്ടതിൽ ഒരു റൺ ചെയ്യണം is women surviving. ഒരു വിമന്റെ
ലൈഫ് ഇസ് എ റിയാക്ഷൻ, ഒരു ആക്ഷൻ അല്ല, ഇറ്റ്സ് ഓൾവേസ് എ റിയാക്ഷൻ ആണ്. എല്ലാം ഒരു സർവൈവൽ ആണ്. എനി സിറ്റുവേഷനിൽ എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യണേ ജസ്റ്റ് ടു സർവൈവ്. അതാണ് എനിക്ക് ഈ ഫിലിംസിൽ എല്ലാം ഒരു കോമൺ തീമായിട്ട് എനിക്ക് തോന്നിയത്. Women's life as shown in these films is a reaction and not an action. They are not living their lives as they want, but they are always, because avarku survive cheyanam, it's a survival thing, so they are always reacting to circumstances. So etra matram they want to be independent, or they want to be strong, or they want to, all that is happening only in the terms of survival. They still haven't found this is my life, I'm living it on my own. No, they are always reacting to circumstances. ഇന്ന് 8 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. മേള ഇന്ന് സമാപിക്കും.